ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് പ്രകാശത്തിന്റെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ ഒരു 3-4 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. സിമ്പിളായിട്ടുള്ള, വളരെ നീറ്റായിട്ടുള്ള, സിമ്പിളായിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇനി എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, എന്താണ് അപവർത്തനം എന്നുള്ള കാര്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ സ്റ്റാർട്ടിങ് പേജിൽ തന്നെ നമ്മൾ ഹെഡിങ്ങിന് താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞും അമ്മയും കൂടെ കാറിനകത്തുനിന്ന് പോകുമ്പോൾ കുഞ്ഞു പറയാണ്, അമ്മേ ദൂരെ നോക്കൂ, റോട്ടിൽ വെള്ളം നിൽക്കുന്നുണ്ട്, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അപ്പം അമ്മ പറയാണ്, മോളെ ഇത് മഴക്കാലമല്ല, വേനൽക്കാലമാണ്, റോട്ടിൽ വെള്ളം കെട്ടി കിടക്കാൻ സാധ്യത കുറവാണ്. അപ്പം എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം, എന്തുകൊണ്ടാണ് പ്രകാശത്തിന്റെ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണം എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബേസിക് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ എന്താണ് അപവർത്തനം എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു സ്ട്രോ അല്ലെങ്കിൽ ഒരു പെൻസിൽ അതിനകത്ത് ഇറക്കി വെക്കുമ്പോൾ വെള്ളത്തിനകത്ത് താഴോട്ടുള്ള ഭാഗം ചെറുതായിട്ട് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നാനുള്ള കാരണം, പിന്നെ നമ്മുടെ കുളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കാല് വെള്ളത്തിനകത്ത് മുക്കിയിരിക്കുമ്പോൾ കാല് ചെറുതായിട്ട് വളഞ്ഞിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? കുളത്തിൻ്റെ അടിയിലൊക്കെയുള്ള മീനുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ കുറച്ചുകൂടി മുകളിലേക്ക് ഉയർന്ന് കുറച്ചുകൂടി മുകളിലായിട്ട് തോന്നാനുള്ള കാരണം. ഇതൊക്കെയാണ് അപവർത്തനത്തിന് എക്സാമ്പിൾസ്. ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനൊക്കെ മുന്നേ, അപവർത്തനം എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് മാധ്യമങ്ങൾ എന്താണെന്ന് അറിയണം. ഓക്കെ, ടേമിന്റെ പേരാണ് മാധ്യമം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിൽ നമ്മൾ മീഡിയം എന്ന് പറയും. ഓക്കെ, മീഡിയം. എന്താണ് മാധ്യമങ്ങൾ? നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കളെയാണ് മാധ്യമങ്ങൾ എന്ന് പറയും. ഓക്കെ, പ്രകാശം, ലൈറ്റ് ഏതൊക്കെ ഒബ്ജക്റ്റിലൂടെ കടന്നു പോകുമോ ആ വസ്തുക്കളൊക്കെയാണ് മീഡിയംസ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുക. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ 9ാമത്തെ പേജ് നമ്പർ 9 കുറച്ച് ഒരു 4 മാധ്യമങ്ങളും ആ മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴുള്ള പ്രകാശത്തിന്റെ വേഗതയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 4 മാധ്യമങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന് വായു, എയർ, രണ്ടാമത്തത് ജലം, വാട്ടർ, മൂന്നാമത്തത് ഗ്ലാസ്, നാലാമത്തത് വജ്രം, ഡയമണ്ട്. ഓക്കെ, നമ്മൾ ആ കോളം പരിശോധിക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താ, വായുവിനാണ് പ്രകാശത്തിന്റെ വേഗത കൂടുതൽ, വായുവിലൂടെയാണ് പ്രകാശത്തിന്റെ വേഗത കൂടുതലുള്ളത്. വജ്രത്തിനാണ് ഏറ്റവും കുറവ്. ഓക്കെ, ഈ ഒരു ഭാഗം പഠിക്കുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രകാശിക സാന്ദ്രത? എന്താണ് പ്രകാശിക സാന്ദ്രത? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇതിന് പറയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഓക്കെ, ഇനി ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്നുള്ള വാക്ക് നമ്മൾ പരിചിതമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുമ്പോൾ, നമ്മളൊരു വസ്തുവിന്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വസ്തുവിന്റെ കട്ടി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് സാന്ദ്രത. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന ഈ 4 മാധ്യമങ്ങളിൽ ഒരു എയറും ഒരു ഭാഗത്ത് എയറും മറ്റൊരു ഭാഗത്ത് ഗ്ലാസും എടുത്തു. ഇതിൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതിനാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ കട്ടി കൂടുതൽ, ഗ്ലാസിനാണ് ഡെൻസിറ്റി. നമ്മളതിനെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്നാണ് പറയുക. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയവും ഒപ്റ്റിക്കലി പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തെ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്നാണ് പറയാം. ഒന്നുകൂടെ, പ്രകാശിക സാന്ദ്രത അതായത് കട്ടി കൂടിയ മാധ്യമങ്ങളെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്നും, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമങ്ങളെ, കട്ടി കുറഞ്ഞ മാധ്യമങ്ങളെ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറയും. ഒരു എക്സാമ്പിളൂടെ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ജലം എടുത്തു, ഒരു ഭാഗത്ത് ഒരു ഗ്ലാസിന്റെ കഷ്ണം എടുത്തു. ഓക്കെ, ഇതിലേതിനാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, ഏതിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ എന്ന് ചോദിച്ചാൽ കട്ടി കൂടുതലുള്ള വസ്തു, അതായത് ഗ്ലാസ് ആണ്. ജലത്തിനേക്കാളും കട്ടി കൂടുതലുള്ള, ഡെൻസിറ്റി കൂടുതലുള്ള ഗ്ലാസിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള വസ്തു എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. ഒപ്റ്റിക്കലി റെയറർ മീഡിയം, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ വസ്തു എന്ന് പറയുന്നത് ജലമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത എന്താണുള്ളത്. പ്രകാശിക സാന്ദ്രത എന്ന് വെച്ചാൽ എബിലിറ്റി ഓഫ് ദ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി.
മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുന്ന മാധ്യമത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ആ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത. ഓക്കെ, ഈ രണ്ട് വാക്കുകളും ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ആവശ്യമുള്ള, അതായത് മാധ്യമം, ഈ ചാപ്റ്റർ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ് മാധ്യമങ്ങൾ. അടുത്തത് പ്രകാശിക സാന്ദ്രത. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നാല് മാധ്യമങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രകാശത്തിന്റെ വേഗത, ഓരോ മാധ്യമങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രകാശത്തിന്റെ വേഗതയാണ്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു മാധ്യമത്തിനാണോ പ്രകാശിക സാന്ദ്രത കൂടുതലുള്ളത്, പ്രകാശിക സാന്ദ്രത അതായത് കട്ടി കൂടുതൽ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയ ആണോ, ആ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ തന്നിരിക്കുന്ന മാധ്യമങ്ങളെ പ്രകാശത്തിന്റെ വേഗതയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രകാശത്തിന്റെ വേഗത കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ പ്രകാശത്തിന്റെ വേഗത കൂടുതലുള്ളത് വായുവിലായിരിക്കും. അതിനേക്കാൾ കുറവായിരിക്കും ജലത്തില്, അതിനേക്കാൾ കുറവായിരിക്കും ഗ്ലാസ്സില്, അതിനേക്കാൾ കുറവായിരിക്കും വജ്രത്തിൽ. ഇത് പ്രകാശത്തിന്റെ വേഗതയുടെ ഓർഡറാണ്. പ്രകാശിക വേഗതയുടെ ഓർഡർ ഏറ്റവും കൂടുതൽ, പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ വായുവിലാണ്, അതിനേക്കാൾ കുറവാണ് ജലത്തിൽ, അതിനേക്കാൾ കുറവാണ് ഗ്ലാസ്സിൽ, അതിനേക്കാൾ കുറവാണ് വജ്രത്തിൽ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, പ്രകാശിക സാന്ദ്രത കൂടുതൽ വജ്രത്തിനാണ്, കട്ടി കൂടുതൽ വജ്രത്തിനാണല്ലോ, കട്ടി കൂടുതൽ വജ്രത്തിനാണ്, അതിനേക്കാൾ കുറവാണ് ഗ്ലാസ്സിന്, അതിനേക്കാൾ കുറവാണ് ജലത്തിന്, അതിനേക്കാൾ കുറവാണ് വായു. നമ്മൾ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന മാധ്യമങ്ങളെ അതിന്റെ പ്രകാശിക സാന്ദ്രതയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇപ്പൊ ഈ 4 മാധ്യമങ്ങൾ തരികയാണെങ്കിൽ ഈ സിമ്പൽ മറക്കരുതടാ, ഈ തുറന്നിരിക്കുന്ന ഭാഗമാണ് വലിയ ഭാഗം, അടഞ്ഞിരിക്കുന്ന ഭാഗമാണ് ചെറിയ കുറവുള്ള ഭാഗം. ഓക്കെ, തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രകാശിക സാന്ദ്രതയിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്, ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടുതൽ എവിടെയാണ് നോക്കുക. പ്രകാശിക സാന്ദ്രത വജ്രത്തിനാണ് കൂടുതൽ, വജ്രം, ഇതാണ് ശരി, ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. പ്രകാശിക സാന്ദ്രതയുടെ കേസിൽ ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. പ്രകാശത്തിന്റെ വേഗതയുടെ കേസിൽ ഈ മുകളിലുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ പ്രകാശത്തിന്റെ അപവർത്തനം എന്ത് എന്നുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. നോക്കണേ, നമ്മളൊരു ബക്കറ്റില് കുറച്ച് വെള്ളം എടുത്തു. ഈ മുകളിൽ വരച്ചിരിക്കുന്ന വരയാണ്, ലൈനാണ് ലൈൻ ഓഫ് സെപ്പറേഷൻ. രണ്ട് മാധ്യമങ്ങൾ, മുകളിലുള്ള മാധ്യമം വായുവാണ് അല്ലെങ്കിൽ എയർ ആണ്, താഴെയുള്ള മാധ്യമം ജലമാണ് അല്ലെങ്കിൽ വാട്ടർ ആണ്. ഓക്കെ, രണ്ട് മാധ്യമങ്ങൾ, പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കളെയാണ് നമ്മൾ മാധ്യമങ്ങൾ എന്ന് വിളിക്കാന്ന് പറഞ്ഞു. മുകളിലുള്ള വായുവാണ്, താഴെയുള്ളത് ജലമാണ്. ഇനി ഈ വായുവിലൂടെ നമ്മളൊരു പ്രകാശം കടത്തിവിടാം. മുകളിൽ നിന്ന് ഒരു ടോർച്ച് അടിക്കുകയാണെന്ന് വിചാരിക്കും, ചെരിഞ്ഞിട്ടാണ് അടിക്കുന്നത്. ചെരിഞ്ഞടിക്കുമ്പോൾ പ്രകാശം ശരിക്കും കടന്നു പോകേണ്ടത്, നേരെ കടന്നു പോകേണ്ട ഒരു വസ്തുവാണ്. പ്രകാശം അങ്ങനെയാണ് കടന്നു പോകേണ്ടത്. പക്ഷേ പ്രകാശത്തിന്റെ പാതയ്ക്ക് ചെറിയൊരു വളവുണ്ടാവും, ചെറിയൊരു വ്യതിയാനം സംഭവിക്കും, ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പ്രകാശത്തിന്റെ അപവർത്തനം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിതൊന്നുകൂടെ വലുതാക്കി വരയ്ക്കുകയാണ്. വേറൊരു കാര്യം കൂടി ഉണ്ടടാ, നമ്മൾ മാധ്യമങ്ങളായിട്ട് എക്സാമ്പിൾ ആയിട്ട് എടുത്തത് വായുവും ജലവും മാത്രമാണ്. എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. മാധ്യമം, മുകളിലുള്ള മാധ്യമം ചിലപ്പോൾ ഗ്ലാസ് ആവാം, ചിലപ്പോൾ ഡയമണ്ട് ആവാം, താഴെയുള്ള മാധ്യമം ചിലപ്പം ഈ 4 മാധ്യമങ്ങളിൽ പറഞ്ഞ ഏത് വേണമെങ്കിലും ആവാം. നമ്മൾ ഈ ചിത്രം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാത്രം, ഇനി വെള്ളം എടുത്തിരിക്കുന്ന ഒരു പാത്രം ഒന്നും വരയ്ക്കുന്നില്ല. ഈ ലൈൻ ഓഫ് സെപ്പറേഷൻ, രണ്ട് മാധ്യമങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഈ കടന്നു വരുന്ന പ്രകാശരശ്മി ഇങ്ങനെ വരച്ചു. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ചാപ്റ്ററിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മാധ്യമത്തിലേക്ക് കടന്നു വരുന്ന ലൈറ്റ്, റേ ഓഫ് ലൈറ്റിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഇൻസിഡന്റ് റേ, ഐ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. മലയാളത്തിൽ പതനരശ്മി എന്ന് പറയും. ഈ പതനരശ്മി ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇത് മാധ്യമങ്ങളുടെ പ്രതലമാണ്, രണ്ട് മാധ്യമങ്ങളുടെ പ്രതലമാണ്. മുകളിലുള്ളത് മാധ്യമം 1, ഒന്നാമത്തെ മാധ്യമമാണ് വിചാരിക്കുക, അതായത് മീഡിയം 1, രണ്ടാമത്തെ മീഡിയം 2, ഏതെങ്കിലും മീഡിയം ആവട്ടെ, നമ്മൾ പ്രകാശം കടന്നു പോകുന്ന ഏത് മീഡിയം ആയാലും കുഴപ്പമില്ല. മാധ്യമം 2. ഓക്കെ, മാധ്യമം 2. ഇനി പ്രകാശം കടന്നു വരുമ്പോൾ ഈ തട്ടുന്ന പോയിന്റിന് കണക്കാക്കിയിട്ട് നമ്മളൊരു വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈനിനെ ലംബമായിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ നമ്മൾ എൻ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് സൂചിപ്പിക്കൂ. ഈ എന്നിനെ നമ്മൾ നോർമൽ എന്ന് ഇംഗ്ലീഷിലും പറയും, മലയാളത്തിൽ ലംബം എന്ന് പറയും. ശരിക്കും ഈ പ്രകാശം കടന്നു പോകേണ്ടത് ഇങ്ങനെയാണല്ലോടാ, ഇങ്ങനെയാണ് കടന്നു പോകേണ്ടത്. എന്നാൽ ഈ പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് വരുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്ക് ചെറിയൊരു വ്യതിയാനം, ചെറിയൊരു ബെൻഡ് സംഭവിക്കും. ഇങ്ങനെ കടന്നു പോകും.
ഈ കടന്നു പോകുന്ന അപവർത്തനം, ഈ ബെൻഡിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഒന്ന് പറഞ്ഞു അപവർത്തനം എന്ന് പറഞ്ഞു. അപവർത്തനം, ഈ കടന്നു പോകുന്ന രശ്മിയെ നമ്മൾ ആർ എന്ന് സൂചിപ്പിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തന രശ്മി റേ, അപവർത്തന രശ്മി അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ 3 വാക്കുകൾ പഠിച്ചു: പതന രശ്മി, അപവർത്തന രശ്മി, ലംബം. ഓക്കെ, അതേപോലെ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ. ഇനി എന്താണ് ഈ കോണിനെ വിളിക്കുന്ന പേര്? ലംബവും പതനരശ്മിയും, അതായത് നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഐ അല്ലെങ്കിൽ പതന കോൺ. ആംഗിൾ ഐ അല്ലെങ്കിൽ പതന കോൺ. ലംബവും റിഫ്രാക്റ്റഡ് റേയും അല്ലെങ്കിൽ അപവർത്തന കോണും വിളിക്കുന്ന പേരാണ് ആംഗിൾ ആർ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തന കോൺ. ഓക്കെ, അപ്പം നമ്മൾ ആംഗിൾ ഐ എന്താണെന്ന് പഠിച്ചു, ആംഗിൾ ആർ എന്താണെന്ന് പഠിച്ചു, ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു, എൻ എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു, ആർ എന്താണെന്നാലും പഠിച്ചു. ഇതാണ് ഒരു റിഫ്രാക്ഷന്റെ ഡയഗ്രാം. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ആവശ്യമുണ്ടാ. എന്തൊക്കെയാന്ന് വെച്ചാൽ, റിഫ്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പ്രകാശം ചരിഞ്ഞ് തന്നെ പതിക്കണം. പ്രകാശം പതിക്കുമ്പോൾ ചരിഞ്ഞ് പതിക്കണം. അതായത് പ്രകാശം നേരെ കുത്തനെ പതിച്ചാൽ അതിന്റെ പാതയ്ക്ക് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രകാശം ചരിഞ്ഞ് പതിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷന്റെ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്, ചരിഞ്ഞ് പതിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മാധ്യമങ്ങളിലേക്ക് പ്രകാശം കടന്നു പോകുമ്പോൾ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഒന്നുകിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക്, ഒപ്റ്റിക്കലി റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കോ അല്ലെങ്കിൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം നടക്കുള്ളൂ. 2 കണ്ടീഷനാണ്. ഓക്കെ, എക്സാമിന് നമ്മളോട് എന്താണ് അപവർത്തനം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വരച്ചു വെക്കേണ്ടത് നമ്മൾ ഫിഗറാണ്. ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിഗേഴ്സ്. നമ്മൾ ആദ്യം വരച്ചു വെക്കേണ്ട ഫിഗറാണ്. ആ ഫിഗറിനകത്ത് ഐ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ, ആർ അപവർത്തന രശ്മി റിഫ്രാക്റ്റഡ് റേ, എൻ ലംബം അല്ലെങ്കിൽ നോർമൽ, ആംഗിൾ ഐ ആംഗിൾ ആർ എന്നുള്ള സാധനങ്ങളും മീഡിയം 1 മീഡിയം 2 മാധ്യമം 1 മാധ്യമം 2 എന്നുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഡെഫിനിഷൻ എഴുതുന്നത്. ഡെഫിനിഷൻ എഴുതുമ്പോൾ എന്താണ് അപവർത്തനം എന്ന് ചോദിച്ചാൽ, ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ പ്രകാശദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, when a ray of light enters obliquely from one medium to another of different optical density, it undergoes a deviation at the surface of separation of the medium. This phenomenon is called refraction. അതായത് ശ്രദ്ധിക്കുക, പ്രകാശിക സാന്ദ്രതയിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അതിന്റെ ലൈൻ ഓഫ് സെപ്പറേഷൻ, വിഭജന തലത്തിൽ നിന്നും അതിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവും, ഒരു വ്യതിയാനം സംഭവിക്കും. അതിന് വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള എന്താണ് അപവർത്തനം, എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ്. താങ്ക് യു.